വയനാട്ടിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ 10 കിലോമീറ്റർ പരിധിയിലുള്ള ഒരു പദ്ധതി അവസാന ഘട്ടത്തിലാണ്. മൃഗങ്ങൾ കാടിറങ്ങുമ്പോൾ അതിന്റെ ചലനങ്ങൾ വിശകലനം ചെയ്ത് സഞ്ചാരപഥം മനസ്സിലാക്കി ചിത്രങ്ങൾ സഹിതം ജനങ്ങൾക്ക് വിവരം നൽകുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ട്. നിർമ്മിത ബുദ്ധി അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വന്യമൃഗ പ്രതിരോധത്തിനാണ് വനം വകുപ്പ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അത്തരത്തിലൊരു പദ്ധതിയാണ് പുൽപ്പള്ളിയിൽ നടപ്പാക്കുന്നത്. പുതിയടം കുന്ന് മുതൽ ഇലക്ട്രിക് കവല വരെയുള്ള 10 കിലോമീറ്റർ ദൂരത്തിലാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പിൽ വരുത്തുന്നത്. ഫൈബർ ടെക്നോളജി വഴി ഇതുമായി ബന്ധപ്പെട്ട് ഈ ആനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ നിരീക്ഷണം കൃത്യമായ രീതിയിൽ തന്നെ നടക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പാലക്കാടും സമാനമായ രീതിയിൽ തന്നെ ഈ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള പ്രവീൺ നായർ വ്യക്തമാക്കും. എന്താണ് ശരിക്കും ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമസ്കാരം. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് അക്വാസ്റ്റിക് സെൻസിങ് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് അക്വാസ്റ്റിക് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഫൈബറിൽ നമ്മളൊരു ലേസർ സിഗ്നൽ കടത്തിവിട്ടിട്ട് അതിൻ്റെ തരംഗങ്ങൾ അതിൽ വരുന്ന അക്വാസ്റ്റിക് ഡിസ്റ്റർബൻസ് നമ്മളൊരു കൺട്രോളർ വഴി അത് ശേഖരിച്ച് അനലൈസ് ചെയ്തിട്ട് അതിനെ ബൈഫക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആനയാണെന്നുണ്ടെങ്കിൽ ആനയാണെന്ന് തിരിച്ചറിയുന്ന രീതിയിൽ എല്ലാ മൃഗങ്ങൾക്കും ഓരോ സിഗ്നേച്ചർ ഉണ്ട്. അവർ നടക്കുമ്പോൾ വരുന്ന ഡിസ്റ്റർബൻസിന് ഒരു സിഗ്നേച്ചർ ഉണ്ട്. ആ സിഗ്നേച്ചർ കളക്ട് ചെയ്തുകൊണ്ട് അതിനെ AI ഉപയോഗിച്ച് നമ്മൾ വേർതിരിച്ചെടുത്ത് ആനയാണെന്നുണ്ടെങ്കിൽ ഒരു വിവിധ തരത്തിലുള്ള അലാം ജനറേറ്റ് ചെയ്ത് കൺട്രോൾ റൂമിൽ അറിയിക്കുക. അതിനോടൊപ്പം തന്നെ വിഷ്വൽ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. അതിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. നമ്മൾ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആനയാണെന്നുണ്ടെങ്കിൽ ആനയായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഏത് മൃഗമാണെന്നുണ്ടെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നമുക്കൊരു അലേർട്ട് ജനറേറ്റ് ചെയ്യുക. ടെലഗ്രാമിലേക്ക് വാട്സപ്പിലേക്ക് നമ്മൾ മെസ്സേജ് വിത്ത് സ്നാപ്ഷോട്ട് ഇമേജ് സെൻഡ് ചെയ്യും. വിത്ത് ക്ലാസിഫിക്കേഷൻ ഡേറ്റ് ടൈം ഇതെല്ലാം അനുസരിച്ച് ഇതാക്കും. ഇതിൻ്റെ കൺട്രോൾ റൂം ഇവിടെ പുൽപ്പള്ളി സ്റ്റേഷനിലും ഉണ്ട്. പാലക്കാട് കൺട്രോൾ റൂം വേറെയുണ്ട്. വയനാടും പാലക്കാടും ചേർന്നുള്ളൊരു കൺട്രോൾ റൂം പാലക്കാടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പാലക്കാട് ഇതേമാതിരി തന്നെ തെർമൽ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും പദ്ധതി വിജയിച്ചതായിട്ടുള്ള ഇത് ആദ്യമായിട്ടാണ് കാടിൻ്റെ ഉള്ളിൽ ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത്. കാരണം കാട്ടിൽ നമ്മൾ സോളാറും കാര്യങ്ങളൊന്നും പരീക്ഷിച്ച് ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഫ്രിഞ്ച് ഫോറസ്റ്റിൽ ഈ 10 കിലോമീറ്റർ സ്ട്രെച്ചിൽ ഫൈബർ പോകുന്ന സ്ട്രെച്ചുകളിലൊക്കെ നമ്മൾ സോളാർ ഉപയോഗിച്ചുകൊണ്ട് ക്യാമറയും പ്രവർത്തിപ്പിച്ച് അതിൻ്റെ കൂടെ തന്നെ ഈ ഫൈബറിൽ ബാക്കി വരുന്ന കോറിലാണ് നമ്മൾ ക്യാമറയും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫൈബറിൽ നമ്മൾ ഒരു കോറാണ് നമുക്ക് സെൻസിങ് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ 12 കോർ ഫൈബർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഭാവിയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സോളാർ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ടാർഗറ്റ് ചെയ്ത് പിന്നെ ആനകൾ കടക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഇതെല്ലാം പരിശോധിച്ചിട്ട് അവിടെയാണ് ഇപ്പോൾ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. 5.5 കോടി രൂപ മുതൽ മുടക്കിലാണ് പാലക്കാട് ജില്ലയിലും വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലും ഈ പദ്ധതി നടപ്പാക്കുന്നത്. സ്വാഭാവികമായും വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗ പ്രതിരോധം എത്രമാത്രം ഇത് സാധ്യമാകുമെന്ന് ഈ പദ്ധതിയുടെ കമ്മീഷനിങ്ങിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് വലിയ വന്യമൃഗ ശല്യമുള്ള മേഖലയാണ്. ഇത് ഗുണപരമാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. മനു ദാമോദരൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.